ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ഒരു കല്യാണ തലേന്ന് ഫീലൊക്കെ എനിക്ക്. കാരണം നാളെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വ്ളോഗായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. നാളെ നമ്മൾ കുട്ടിയുടെ ജെൻഡർ റിവീൽ എന്നുള്ള ഒരു ചെറിയ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് മാത്രമുള്ള ഒരു കുട്ടി പരിപാടി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഗാർഡനും ഈ വീടും ഒക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും. സഞ്ജേട്ടനും അതേപോലെ വിനീതും പ്രദുവും ഗീതും എല്ലാവരും വന്നിട്ട് നമുക്ക് ആകെ മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു പാക്കേജിൽ നിന്ന് വരുന്ന പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു കല്യാണ തലേന്ന് കൈൻഡ് ഓഫ് വീഡിയോ. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം. വിഷ്ണുവിൻ്റെ സിസ്റ്ററും മോനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും എണീറ്റ് വന്ന് രാവിലെ നല്ല അടിപൊളി വെതർ ആയതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ഈ ഒരു ഗാർഡനിലൊക്കെ ഇരുന്നു. ഗാർഡൻ ഇപ്പോൾ മുന്നത്തെ പോലെ ഇരിക്കാത്ര സുഖമല്ല കേട്ടോ, കാരണം ക്ലീൻ ചെയ്തിട്ടില്ല. വിൻ്റർ കഴിഞ്ഞ് വെതർ കുറച്ച് ബെറ്ററായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പം എന്നാൽ അന്നത്തെ വീഡിയോ തുടങ്ങല്ലേ, സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മുടെ എന്താ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ. ഇതിലൊരു മീനല്ല, എലി ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ ഇതിലെ വെള്ളം പുറത്തോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു മോട്ടറൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കി ഈ ഒരു ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ഇതിലൊക്കെ ഇറങ്ങി നിന്ന് ക്ലീൻ ചെയ്യുമ്പോഴേ എലി ചത്ത് കിടന്ന വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മേല് വല്ല മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വന്നാലോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മോട്ടർ അന്വേഷിക്കാമെന്ന് വിചാരിച്ചത്. സൈഡിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു വൃത്തിക്ക് വെക്കാത്തതുകൊണ്ട് ഒന്നും ഒരു വൃത്തിയിലല്ല ഈ ഒരു ഗാർഡൻ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്ക് രൂപം ഭാവം ഒക്കെ കുറച്ച് മാറും തോന്നുന്നു. ആരുഷ് ഇവിടെ ഇരുന്നിട്ട് ചെറിയൊരു ഗെയിം കളിയിലാണ്. വിധു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വിധുവിനെ മര്യാദയ്ക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജർമ്മനിയിലെ ഹാനോവർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് കേട്ടോ ഇവര്. ആംസ്റ്റർഡാമിന്ന് ഒരു 4-5 മണിക്കൂർ ഡ്രൈവാണേ ഉള്ളൂ. പക്ഷെ ഇപ്പം അവർ ഹാനോവർന്ന് ബെർലിനിലോട്ട് മൂവ് ചെയ്യുകയാണേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവർ ബെർലിനിൽ മൂവ് ചെയ്യുന്നതിൽ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സിറ്റിയാണ് ബെർലിൻ. ഒരു തവണയെ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. പക്ഷെ ഇനി ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാമല്ലോ. സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞപ്പോൾ ചെറുതായി തളിർക്കാൻ തുടങ്ങിയത് കണ്ടോ. വിധുവിന് ഇത് കണ്ട് മനസ്സിന് കുളിർമ. വെയിൽ കാണുമ്പോൾ മനസ്സിന് കുളിർമ. വിധു എനിക്കൊരു ഗിഫ്റ്റൊക്കെ ഇട്ടാൽ വന്നിട്ടുണ്ടായിരുന്നേ, ഒരു സൊറോസ്കിയുടെ ചെയിൻ. ഞാൻ അധികം അങ്ങനെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവളുടെ ക്രിയേറ്റിവിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗിഫ്റ്റ് തന്ന കവർ കണ്ടോ, പിങ്കും ബ്ലൂവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അവൾ ഗിഫ്റ്റ് തന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 മുട്ട, ഒരു പഴം പുഴുങ്ങിയത്, പിന്നെ ഒരു 2 കിവി. ഇതെല്ലാം കൂടെ ഞാൻ ഇപ്പം തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ, ഭയങ്കര ഹെവി ആയി പോവും. അതുകൊണ്ട് ഞാൻ ലഞ്ച് ടൈം ആകുമ്പോഴൊക്കെ ഇതൊക്കെ കഴിച്ചു തീർക്കുന്നതാണ്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ കാർബ് ഇൻടേക്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, സാധാരണ കഴിക്കുന്നതിനേക്കാളും. ബ്രേക്ക്ഫാസ്റ്റിലും ഞാൻ കാർബ്സ് കഴിക്കാറുണ്ട്. പക്ഷേ ഇന്നെന്തോ കാര്യം കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. കൃത്യസമയത്ത് വിനീതും ഷെറീറും എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, സ്റ്റീവില്ലേ? ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന കമ്പനിയിലെ ബില്ലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്ന ടീം. നമ്മുടെ പോണ്ടിന്റെ മുകളിൽ ഒരു നെറ്റ് ഇടാൻ വേണ്ടിട്ടൊക്കെ വിത്ത് എക്യുപ്മെന്റ് ആണ് എത്തിയിരിക്കുന്നത്. റോസ് ഇന്ന് രാവിലെ ജോലിക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ എത്തുള്ളൂ. സ്റ്റീവിന് പുതിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടേ, അതായത് വിധുവിനെയും ആരുഷിനെയും ഒക്കെ കണ്ടിട്ട് ഭയങ്കര നാണം വീട്ടിലോട്ട് വരാൻ വേണ്ടിട്ട്. ഇവരൊരു ടീം രജിസ്റ്റർ, ഇവരൊരു കമ്പനി ആയിട്ട് പണിക്കിറങ്ങാൻ പോവാ. കറക്റ്റാ? ഇത് നിങ്ങൾ മെഷർമെന്റ് എടുത്ത് വാങ്ങിയതാണോ? ഇതിന്റെ ഉള്ളിൽ എന്നാ കുറച്ച് മീനും കൂടെ വാങ്ങിക്കായിരുന്നില്ലേ? കുറച്ച് മീൻ. ഞാൻ പോയി മേടിക്കാം. ഇവിടെ പോവാം. ഇല്ലല്ല, അത് വെള്ളം ഒഴിക്കാൻ വരുമ്പോ പ്രതു വന്ന് കൊണ്ടിട്ടോ. അകത്ത് കയറാൻ പറ്റില്ല. വെള്ളം പുറത്തോട്ട് കളയാൻ വേണ്ടിട്ട് ഒരു കുട്ടി മോട്ടറൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോട്ടർ തന്നെയാണോ അത്? ഒരു പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. പമ്പ് വാങ്ങിയിട്ടുണ്ട്. വിയനെസ്കോ, വിനീതൻ ഷെറിയർ, ഷവിക്കോ. മുഹൂർത്തൊക്കെ ഉണ്ടോ അതിന്?
നിങ്ങളുടെ സർവീസിനോട് നല്ലോണം ആവശ്യം വരും. അതാ ഇത് ജാമ്യം ചെയ്യാൻ പറ്റുമോ? 3 പേരും ആപ്പിളിനെയും പേറിനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. നമ്മൾ ഈ ഒരു സീസണിൽ കട്ട് ചെയ്ത് കൊടുത്താലാണല്ലോ അടുത്ത സീസണിൽ അത് കായ്ക്കുള്ളൂ. ലഞ്ച് ടൈം ആകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് റെഡിയാക്കട്ടെ കേട്ടോ. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഇടിയപ്പവും ചിക്കൻ കറിയില്ലേ, അത് ഓൾറെഡി ഇരിക്കുന്നുണ്ട്, ചൂടാക്കുക വേണ്ടു. പിന്നെ എക്സ്ട്രാ കുറച്ച് ചിക്കനും ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാം. എല്ലാം കൂടെ ആകുമ്പോൾ തികയുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ അധികം ഒറ്റയ്ക്ക് കിച്ചണിൽ നിന്നല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയൊക്കെയാണ് ആരെങ്കിലും ഒരാൾ ഈ ഫ്ലോറിലുണ്ടെങ്കിൽ എനിക്ക് എടുക്കുക. കാരണം ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് വെച്ച കാര്യം കരിഞ്ഞു പോയി, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ അത് ചിലപ്പോൾ ഓവർ കുക്കായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വർത്താനത്തിൻ്റെ മുകളിലൊരു കുക്കിംഗാണ് ഇപ്പോൾ നടക്കാറ്. ഷെറീറിന് ഇന്ന് നോമ്പാണേ, അതുകൊണ്ട് ഇന്ന് എന്തായാലും വരണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്ര നേരം ഗാർഡനിൽ നിൽക്കുക, ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ടയർഡായി പോകുമല്ലോ. പക്ഷേ ഇപ്പോൾ ബോഡി കുറേ യൂസ്ഡായി, കുഴപ്പമില്ല. പിന്നെ ഷെറീറിന് ഈ ഗാർഡൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ വന്നതാണ് പുള്ളി. കഴിഞ്ഞ കൊല്ലം നോമ്പിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരു ദിവസം നോമ്പൊക്കെ എടുത്ത് വൈകുന്നേരം ഒരു നോമ്പ് തുറയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കൊല്ലം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. തൽക്കാലം ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണിക്കാരുടെ പണി ടൈം കഴിഞ്ഞു. വരൂ, ഭക്ഷണം കഴിച്ചിട്ടാവാൻ ബാക്കി. കഞ്ഞിയും പയറുണ്ട്. കഞ്ഞിയും പയറുണ്ട്. ലൈഫിൽ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. പ്രത്യേകിച്ച് നമ്മൾ വീടൊക്കെ വിട്ട് വേറൊരു കൺട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഫാമിലി പോലെ തോന്നിക്കുന്ന ഫ്രണ്ട്സിനെ കിട്ടുക എന്നുള്ളത് ഞാൻ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തയും ഒരുപാട് എൻ്റെ പല സിറ്റുവേഷനിലും എന്നെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാവരും. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിൽ എൻ്റെ എല്ലാവിധ ഇമോഷൻസ് ഇവരെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കേ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ജഡ്ജ്മെൻറ്റിലില്ലാത്തൊരു ഫ്രണ്ട് സർക്കിളാണ് നമുക്കറിയുകൊണ്ട് വളരെ ഈസിയും കംഫർട്ടബിളുമാണ് നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് ആരൊക്കെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരാളുടെ ലൈഫിൽ നടക്കുമ്പോഴോ എല്ലാ തവണയും എല്ലാ ആൾക്കാരും എത്ര വില്ലിംഗ് ആയിട്ടാണ് അവൈലബിൾ ആവുന്നത് എന്നുള്ളത് ഞാൻ ഭയങ്കര അധികം സന്തോഷത്തോടു കൂടെ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. ടച്ച് വുഡ്, എന്നും ഇങ്ങനെ തന്നെ ഇത് പോകാൻ പറ്റട്ടെ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ ഇവർ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ ക്ലീനിങ്. ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ മറന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ല, നല്ലോണം കുറച്ചിട്ടുണ്ട്. കാരണം അതെല്ലാം നമ്മൾ സ്മെല്ല് ചെയ്യുന്നൊന്നും അത്ര ഗുഡല്ലല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാറ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിനെപ്പറ്റി വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. ആറുഷ് വന്നപ്പോൾ തൊട്ടിട്ട് ഞാനിവിടെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണല്ലോ കാണുന്നത്. അപ്പോൾ ഇവൻ എൻ്റെ പിന്നാലെ വരികയായിരുന്നു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും തുടച്ചിട്ടും എൻ്റെ പണി തീരുന്നില്ലല്ലോ, ഒന്ന് സഹായിക്കാന്ന്. You can use this. Will it become bad? How does it look now? Does it look good now? ആ കാറിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി തട്ടിച്ചൊരു കഥ വിഷ്ണു പറയുന്നുണ്ടായിരുന്നില്ലേ, അത് ചെയ്തത് അഭിമാനപൂർവ്വം ഞാനായിരുന്നു കേട്ടോ. ഒരു 1.5 കൊല്ലം മുന്നേ ഞാൻ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടിയതായിരുന്നു. ഇവിടെ മീനിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് കേട്ടോ. നമ്മുടെ പോണ്ട് ഓൾമോസ്റ്റ് എംപ്റ്റി ആയിട്ടുണ്ട്. ഈ ടാങ്കിലുള്ള 2-3 പക്ഷികളെ മീൻ കൊത്തി 2-3 മീനുകളെ പക്ഷി കൊത്തി കൊണ്ടുപോയി. പക്ഷെ ഇതിൽ ഒരു മീൻ മാത്രം ഭയങ്കര ഒരു സർവൈവർ ആണ്. അടുത്ത വീഡിയോ അവനെ പറ്റിയിട്ടാണ്, ഹൗ ടു സർവൈവ്. ഭക്ഷണം കൊടുക്കാറില്ല, വെള്ളം ഫ്രോസൺ ആവും, എലി ചാവും ഇടയ്ക്ക്. വിഷ്ണുവിന് ബാക്കിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഫുള്ളായിട്ടൊരു ക്ലീനിങ് ഒന്നും അത്ര പോസിബിൾ അല്ലേ. ഇപ്പോഴും നമ്മൾ സ്ട്രെയിൻ എടുക്കുമ്പോൾ ബാക്കിൽ ചെറിയൊരു പെയിൻ വരാറുണ്ട്. മസിൽ പെയിൻ ആണെന്നാണ് ഇവിടെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ നാട്ടിൽ വരുമ്പോൾ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. പിന്നെ ഞാനായിരുന്നു ഇവിടെ ക്ലീനിങ്ങിൻ്റെ ആൾ. ഞാൻ ഇപ്പോഴും അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. തണുപ്പാവുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങാത്തത്. പിന്നെ ചില സമയത്ത് ഒരു ബാക്ക് പെയിൻ വരുമുണ്ട്, പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടായിരിക്കും. ഇടയ്ക്കൊന്ന് സ്ലോ ആക്കാറുണ്ട്. എന്താ കിട്ടിയ? ഓ, അത് ഞാനും നെയ്ത്തനും കൂടെ കളിച്ചതായിരുന്നു. ആ പേപ്പർ ഉണ്ട്. ആ ഇങ്ങനെ നശിക്കാതെ കിടന്നാവല്ലോ.
അയ്യോ അതിനെ പെട്ടെന്ന് വെള്ളത്തിൽ കിടണ്ടേ? വെള്ളം എടുത്തോ? അത് കുഴപ്പമില്ലേ? എന്താ അതാ ചാടി. അങ്ങനെ ഗാർഡൻ ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ പണി ബാക്കിയുള്ളത് നമുക്ക് ഈ വൈറ്റ് കാർപ്പറ്റ് ഒന്ന് ഇവിടെ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മുടെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ കളർ മൊത്തത്തിൽ മാറിയേക്കാം. എൻ്റെ നിർബന്ധമായിരുന്നു കേട്ടോ വൈറ്റ് കാർപ്പറ്റ്. എനിക്ക് ഈ ഒരു കൗച്ചിൻ്റെ കളറെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗോൾഡനും വൈറ്റും പിന്നെ കൗച്ചിൻ്റെ കളറും കൂടെയാണ് സെറ്റായി പോകാന്നൊക്കെ തോന്നി. ഇതെന്താണിത്? ഡേറ്റ്സിന്റെ കുരുവോ? നാളെ കൊച്ചുണ്ടായ ഈ വൈറ്റ് കാർപ്പറ്റിന്റെ കളറൊക്കെ ചേഞ്ച് ആവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും തോന്നാറ് അതൊക്കെ ചേഞ്ച് ആക്കണം എന്നാണ്. കാരണം അതൊക്കെയല്ലേ ഒരു നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ്. നമുക്ക് സാധനങ്ങൾ പിന്നെയും വാങ്ങിക്കാലോ. കാർപ്പറ്റിന്റെ അകത്തുനിന്ന് വീടിന്റെ കളഞ്ഞു പോയൊരു ചാവി കിട്ടി. അതെ, ഒരു ചാവി മിസ്സിംഗ് ആയിരുന്നോ? അത് കിളിങ്ങിയത്. റോസ് ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. പ്രതുവും ഗീതവും കൂടെ റോസിനെ പിക്ക് ചെയ്ത് വരികയാണ്. എന്റെ അമ്മ ഇതെന്താ റോസിനെ ആദ്യമായിട്ട് കണ്ടതാണോ? Come inside. റോസാണ് നമ്മുടെ പരിപാടിയുടെ മെയിൻ ആള്. ഈ ഒരു പരിപാടി മാത്രമല്ല, ഇവിടെ ആരൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും റോസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, എല്ലാം പ്രോപ്പർ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഏത് കോർണറിൽ എന്ത് ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും ഗാർഡനൊക്കെ ഒന്നും കൂടെ ക്ലീനായി കിട്ടുമ്പോൾ എവിടുന്ന് ലൈറ്റ് വരും അങ്ങനത്തെ ഒരു ഐഡിയാസൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, റോസാണ് ഇവന്റ് മാനേജ്മെന്റ് ടീമല്ല, ഇവന്റ് മാനേജർ. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് അതുണ്ട്, സഞ്ജയന്റെ ഉണ്ട്. പിന്നെ ഇന്ന് തന്നെ ഇത് ടേബിൾ വാങ്ങിക്കണം, എടുക്കണം. പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. അത് നമ്മൾ രണ്ടും ഗീതും നമുക്ക് 3 ദിവസം. എന്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് ഇട്ട് നോക്കണം. അത് ഇട്ട് നോക്കണം. പിന്നെ കല്യാണം സ്വർണ്ണം എടുത്തോ? നാളെ ഞായറാഴ്ചയല്ലേ? ഫുഡ് ഉണ്ടാക്കണം, ഫില്ലിങ് ഞാൻ ഉണ്ടാക്കാം. ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ പരിപാടി ആവുകൊണ്ട് തന്നെ നമ്മളൊരു സ്നാക്സ് പാർട്ടി പോലെയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 7-7:30 ആകുമ്പോഴേക്ക് പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നത് പോലെ. കാരണം നെക്സ്റ്റ് ഡേ എല്ലാവർക്കും പിള്ളേർക്കെല്ലാം സ്കൂളുണ്ട്, പിന്നെ അതേപോലെ എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടെല്ലാം നമ്മളൊരു സ്നാക്സ് പാർട്ടി പോലെയാണ് ചെയ്യുന്നത്. ഞാനും റോസും ഗീതും അൻഷിഫയും കൂടെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ പ്ലാനിങ്. വിഷ്ണു ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരുന്നത്. ഇവിടെ ഒരു ബഹളം ഉണ്ടായിരുന്നില്ലേ? ഗീതു വന്നു, പിള്ളേരെ കച്ചറയാൻ തുടങ്ങി. ഷബി ടീം വന്നു, അവരുടെ പണി തീർത്തു, പോയി. ബൈ. എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ആദ്യം ചിന്തിച്ചപ്പോൾ ഈ ഒരു പാർട്ടി തീമായിട്ട് നമ്മളൊരു ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് കളർ വെക്കാന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മുടെ ഗസ് അനുസരിച്ച് നമ്മൾ ആ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരിക എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ ലേറ്റർ വൈറ്റ് ആക്കാന്ന് വിചാരിച്ചു. അതായിരിക്കുമല്ലോ എല്ലാവരും കൂടെ ഇടുമ്പോൾ ഒരു ഭംഗി കിട്ടുക. നമ്മൾ ഓർഡർ ചെയ്താൽ 2 വന്നിട്ടുള്ളൂ, ബാക്കി ഇനി വരാനുണ്ട്. കൊള്ളാം, ഇട്ടോക്കണ്ട്. ഞാൻ ഒരു സൈസ് ബിഗറാ വാങ്ങിക്കുന്നത്. 34 എന്നൊക്കെ ഞാൻ യാത്രയായി സ്മോളിന്ന്. അല്ല, എക്സ്ട്രാ സ്മോൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ സ്മോളിൽ കിട്ടി. ഇത് പോകാനോ? അല്ല, ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ്. ഇത് ടോക്കാലോ രണ്ടും. ഒരു ജമ്പ് എന്തോ കുഴപ്പമുണ്ടോ? ഈ ഒരു ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ സ്ലീവ്സ് ഒക്കെ. പക്ഷെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആണ്, എനിക്കിടാൻ പറ്റുന്നില്ല ബാക്കിലെ സിബ്. എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മൾ പോകുന്നു, ഒരു ബാക്കപ്പ് ഡ്രസ് കിട്ടുമെന്ന് നോക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത ഡ്രസ്സ് ഇടുന്നു. എനിക്ക് ഈ ഡ്രസ്സ് ഒരു ആഴ്ച മുന്നേ വന്നതാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുള്ളത് എന്റെ വലിയ മനസ്സ്. ഡ്രസ്സ് നോക്കാൻ വേണ്ടി സെന്റർ പോവാണ്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നല്ല അടിപൊളി വെതർ, നല്ല രസമുണ്ട് പുറത്ത് നടക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു 17 ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കും, ചെറിയൊരു തണുപ്പ്.
എന്നാൽ ജാക്കറ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. നല്ല ശീവ്രാലെന്ന് വെക്കുന്ന ചേട്ടൻ നല്ല ചിരിന്നൊക്കെ റോസ്, നല്ലൊരു ചിരിയുള്ള ചേട്ടൻ. നമ്മള് നമുക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമാണ് സമയമുണ്ട്, 15 മിനിറ്റ് അതിനുള്ള കടകളൊക്കെ ഷട്ടർ തുടങ്ങും. അതിന് മുന്നേ നമുക്കൊരു ഡ്രസ്സ് കിട്ടും, ഓടി കയറണം. 4 പേര്. ആ ശരി, എല്ലാ കടയിലും കയറി വെള്ളം ഉണ്ടോ ചിലപ്പോ പ്രൈമാക്കിൽ ഉണ്ടാവും ആക്ച്വലി. പ്രൈമാർക്കിൽ നമ്മളന്ന് കയറിയായിരുന്നു, ഞാൻ റോസും കൂടെ കണ്ടില്ലോ. നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഞാനും വിധുവും കൂടെ ഓൺലൈനിൽ വന്നിരിക്കുകയാണ്. ഗീതും റോസും കൂടെ ഏതൊക്കെയോ കടകളിൽ കയറാൻ പോയിക്കാണ്. വൈറ്റ് ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. കുറെ കടകളിൽ നമ്മൾ കയറി ഇറങ്ങിയെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് 4-5 സ്ഥലത്ത് കയറി. തൽക്കാലം നമുക്കൊരു സ്കോപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ ഓൾറെഡി, അതിലേതെങ്കിലും വെച്ച് നമുക്ക് നോക്കാം. ഇനി ആൽബർട്ടൈനിൽ പോവാം, നമുക്ക് കുക്കിങ്ങിനും അറേഞ്ച്മെന്റ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. ഡ്രസ്സ് പരിപാടി എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് നമുക്ക് ആൽബർട്ടൈനിൽ പോവാം. ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാനുണ്ട്. ഒരു 2-3 ദിവസം മുന്നേ ഞാനും റോസും കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചായിരുന്നു കേട്ടോ. കാരണം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്ത് എന്ത് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പിന്നെ നമ്മളധികം കുക്കിംഗ് വരാത്ത രീതിയിലുള്ള സ്നാക്സ് ആണ് കേട്ടോ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചെറിയ മിനി സാൻഡ്വിച്ചസ്, പിന്നെ നമുക്ക് എയർ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുക. അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു സ്നാക്സ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൺഡേ നമ്മൾ പ്രോഗ്രാം വെക്കാനുള്ള റീസൺ റോസിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു കേട്ടോ. റോസ് ആണല്ലോ നമ്മുടെ മെയിൻ കോർഡിനേറ്റർ, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും റോസിന് സാറ്റർഡേ ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൺഡേ ഈ ഒരു പ്രോഗ്രാം വെക്കാൻ തീരുമാനിച്ചത്. ഞാനൊരു പാർട്ടി എപ്പോഴും അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്കതിൽ വരാറുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു 10 ആൾക്കാരുള്ള പാർട്ടിയാണെങ്കിൽ ഞാൻ അതിലൊരു 25 ആൾക്കാർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഫുഡ് എപ്പോഴും എക്സസീവ് ആയിരിക്കും. എനിക്ക് ആൾക്കാർക്ക് തികയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഡെക്കോർസും കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് കാണുന്ന എല്ലാ ഡെക്കോർസും വെച്ചാൽ ഭംഗിയുണ്ടായിരിക്കും തോന്നും. പക്ഷെ എനിക്ക് റോസിൻ്റെ ഭയങ്കര ഒരു അടിപൊളി, അല്ലെങ്കിൽ എനിക്ക് ലേൺ ചെയ്യണം റോസിൻ്റെ എന്ന് തോന്നിയൊരു സ്കില്ലാണ്. എല്ലാം കറക്റ്റായിട്ട് റോസിനൊരു ഐഡിയ ഉണ്ട്, എത്ര ഫുഡ് വേണം, ഏതൊക്കെ ഡെക്കോർസ് വേണം, ഒന്നും എക്സസീവായിട്ട് ചെയ്യാതെ എല്ലാം നല്ല റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ റോസിൻ്റേത് കണ്ടൊരു കാര്യമാണ്. അതെനിക്ക് കുറച്ച് മെല്ലെ ലേൺ ചെയ്തെടുക്കണം എന്നുണ്ട്. സോൾട്ട് എന്താ ജർമ്മനിൽ സോൾട്ടിന് പറയാ? സാൽസ്. ഞങ്ങൾക്കാ നല്ലത് ഞങ്ങൾക്ക് എന്നൊക്കെ, ഞങ്ങൾ ഡച്ച് ആൾക്കാരൊക്കെ. റോസിന് എത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കടയിൽ പോയ റോസിന് വേറെ ലെവലാണ്. അയ്യോ അത് വേണ്ടേ ഇത് വേണ്ടോ. ഗീതു എന്തെങ്കിലും കുറ്റടയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലുതും തിരിഞ്ഞ് കണ്ടോ റോസിന്റെ എക്സ്പ്രഷൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. റോസിന് ജെൻഡർ അറിയാം, ദീപ ചേച്ചി റോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു രീതിയിലും എങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടും റോസിനൊരു മുഖവ്യത്യാസം പോലും ഇല്ല അല്ലേ? അത് കഴിവാണ്. എങ്ങനെയൊക്കെ നമ്മൾ ഇട്ടു അവിടെ ഇവിടെയൊക്കെ അറിയാൻ വേണ്ടിട്ടല്ല, റോസിന്റെ ആ ഒരു വിശ്വാസം തകർക്കാൻ വേണ്ടിട്ട്. പക്ഷെ അനങ്ങുന്നില്ല. ഇത് തുണിച്ചു നോക്കുന്നത് വേറെ വീട്ടിൽ എത്തി നോക്കുന്ന പോലെയൊക്കെ. നമ്മുടെ ഷോപ്പിംഗ് അങ്ങനെ തീർന്നു. ഞാൻ എന്റെ വീടിന്റെ ആധാരം കൊടുത്തിട്ടുണ്ട്. നേരെ അത് ഇവിടെ ആൽബർട്ടൈനിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ മറ്റേ സ്കൂളിൽ ടീച്ചർ പറയുമ്പോ സൈഡിൽ രണ്ടുപേരും നിർത്തി ഏതോ തന്റെ പിന്നെ ചുയിങ്കം ആവാനാണ് നിങ്ങളുടെ പരിപാടി. എനിക്കൊരു ചായ കാച്ചിൽ തോന്നി. എന്ത് വിധുവിന്റെയോ? നമ്മള് വീട്ടിൽ പോവാണ്. ബഹളത്തിനിടയിൽ പറഞ്ഞൊന്നും കേൾക്കുന്നതല്ല. അപ്പൊ നമ്മള് കഴുതയോ ഞാൻ വണ്ണം വെച്ച് വരുന്നുണ്ട്. പൊളിക്കും ഞാൻ പൊളി. അപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് ഇനി വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അത് നമ്മള് പിരിഞ്ഞു. എന്നാ ബാക്കി പണി വീട്ടിൽ പോയി എടുക്കാനുണ്ട്. ഒരു 1-2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും ഫണ്ണായിട്ട് ഞാൻ ഇതുവരെ ആൽബർട്ടൈനിൽ പോയിട്ടില്ല. ഒരു 2-3 വൈറ്റ് ഡ്രസ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഓൾറെഡി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു അപ്ഡേറ്റും കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇന്ന് കുറേ നോക്കിയിരുന്ന് ട്രാക്ക് ചെയ്തപ്പോഴൊക്കെയാണ് നമ്മളത് കണ്ടത്. നമുക്ക് മിനി സാൻഡ്വിച്ച്, പിന്നെ നഗറ്റ്സ്, കട്ട്ലറ്റ്,
പിന്നെ എന്തൊക്കെയോ ചിക്കൻ സ്ട്രിപ്സ് അത് വെച്ച് നമ്മൾ ലെറ്റസും ചെറിയ ടൊമാറ്റോ ഒക്കെ വെച്ച് കുറച്ച് എല്ലാം പല പല 20+ ഉണ്ട്. ഇത് 40 ഉണ്ടാവും. മിനി സാൻഡ്വിച്ച് 40 ഉണ്ടാവും. കട്ട്ലറ്റ് 40 കട്ട്ലറ്റ് 55 ഉണ്ട്. കട്ട്ലറ്റ് 55 കട്ട്ലറ്റ് ഉണ്ട്. പിന്നെ ചിക്കൻ നഗറ്റ്സ് 50 ഉണ്ട്. അത് റീഫില്ലിംഗ് അല്ലേ? നമ്മൾ അറ്റ് എ ടൈം അവിടെ അല്ലല്ല എല്ലാം കൂടി വെക്കുമല്ലോ. ഫ്രൈ ചെയ്യാൻ എയർ ഫ്രയർ ഞാൻ ഇന്ന് എടുക്കണമെന്ന് പറഞ്ഞ് മറന്നുപോയല്ലേ, ഞാൻ രാവിലെ കൊണ്ടുവരാൻ വരും. രാവിലെ കൊണ്ടുവരുമോ? അല്ല പിന്നീട് ഇപ്പൊ വരുമ്പോ കൊണ്ടുവരാൻ പറയണോ? അല്ല 2 എയർ ഫ്രൈഡ് ഇവിടെ പറഞ്ഞിട്ട് പിന്നെ എന്റെ കൂടെ മതിയാവൂലേ? ഈ ഒരു പരിപാടി നമ്മൾ എമ്മി ഗ്രിൽസ് കാറ്ററിംഗ് ആണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. സ്പോൺസറിംഗ് അല്ല, ഉണ്ടാക്കുന്നത് സ്പോൺസറിംഗ് ഞാനാണ്. പക്ഷെ അതല്ലാതെ അത് ഏറ്റെടുത്തിട്ടുള്ളത് എമ്മി ഗ്രിൽസ് ആണ്. എമ്മി ഗ്രിൽസിന്റെ മറ്റേ ഇവന്റ് മാനേജ്മെന്റ് വിങ് ആണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന്റെ മുതലാളിയും തൊഴിലാളിയാണ്. തൊഴിലാളി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ചായ എടുത്ത് കഴുകും. നമ്മൾ ഡെക്കോർസും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടേബിൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നാളെ രാവിലെ വന്ന് നമുക്ക് പുറത്ത് പോയി സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അത് മാത്രമല്ല നമുക്ക് ഈ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ബോർഡൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ബോയ് ആയിരിക്കുമോ ഗേൾ ആയിരിക്കുമോ? എനിക്ക് ആദ്യം തൊട്ടേ ഒരു ഇൻഡ്യൂഷൻ ബോയ് ആയിരിക്കും എന്ന്. പക്ഷെ ആ എൻവലപ്പ് വാങ്ങി നമ്മൾ ദീപചേച്ചിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തില്ലേ, ദീപചേച്ചിയുടെ റിയാക്ഷനും അതേപോലെ മുഖത്തെ കള്ളത്തരമൊക്കെ വെച്ചതിന് ശേഷം എനിക്കൊരു സംശയം പെൺകുട്ടിയാണോ എന്ന്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഡേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയതുപോലെ തോന്നില്ലേ, അങ്ങനെ എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ആൺകുട്ടിയാണ് എന്നുള്ളതായിരുന്നു. താല്പര്യക്കൂടുതൽ ആൺകുട്ടികളോടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്ത് കുട്ടിയാണെങ്കിലും നമ്മുടെ കുട്ടിയാണ്, അതുകൊണ്ട് നന്നായിട്ടിരിക്കട്ടെ. ഐശ്വര്യ ബോയ് ആണെന്നാണ് തോന്നുന്നത്. ഐശ്വര്യ ബ്ലൂ ആണല്ലോ കട്ട് ചെയ്യുന്നത്. എനിക്ക് പല തോന്നലുണ്ട്, എൻ്റെ തോന്നലുകളൊക്കെ ഇപ്പോൾ പറയാനിരിക്കണം. ഇത് ചുമ്മാ നമ്മളൊരു വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഒപ്പം തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. അതേപോലെ തന്നെ പോപ്കോൺ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെറിയ സംഗതികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വേറെയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടെ ഞാനിപ്പോൾ കാണിക്കുകയാണെങ്കിൽ നാളത്തെ ഒരു രസം പോവില്ലേ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നാളെ ടേബിളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഞാൻ ഡെക്കോർസും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. എങ്ങനെയാണ് ജെൻഡർ റിവീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കുറച്ചധികം ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ ജസ്റ്റ് കാണുക മാത്രമല്ല, എനിക്ക് ആ കളറ് ഫീൽ ചെയ്യും കൂടെ വേണം എന്നുള്ളത്. ഇതെൻ്റെ മാത്രം ഒരു തോന്നലായിരിക്കാം, മൈൻഡ് ആക്കണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ വീഡിയോയിൽ അതെല്ലാം കാണിക്കാം. എന്തായാലും എന്നെ ഏൽപ്പിച്ച പരിപാടി ഞാനിവിടെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നാളെ ഡെക്കോർസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മൾ പ്രോപ്പർലി സെറ്റ് ചെയ്ത് വെച്ചു. ആ ഒരു ബോയ് ഓർ ഗേൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ, കാരണം അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ബാക്കി എല്ലാ ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു നെയിം സജഷൻ ബോക്സ് നല്ല രസമില്ലേ, അതൊക്കെ നാളെ രസമായിരിക്കും എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ആ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് സമയം കൂടെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ബലൂൺസും കൂടെ ഇന്ന് വീർപ്പിച്ച് വെക്കാമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് പ്രോപ്പറായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാമെന്നും പറയുന്നുണ്ട്. ബലൂൺ വീർപ്പിക്കലിനിടയിൽ കൂടെ നമ്മളിതേ ഡിന്നർ കഴിച്ചായിരുന്നു കേട്ടോ. വിഷ്ണുവും പ്രതുവും കൂടെയാണ് നമുക്കിന്ന് ഡിന്നറൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ബാക്കി ബലൂൺ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. എത്ര നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, ഇത് ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ എന്നുള്ളതൊക്കെ. ആ ഒരു റൗണ്ട് ഓഫ് കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടിപ്പോകത്തില്ല, ചുങ്ങിപ്പോയാലേ ഉള്ളൂ. ഇതിന്റെ എല്ലാം മുകളിലും നടക്കില്ല. അങ്ങനെ കുറച്ച് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു. ഒരു 12-12:30 ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് പിരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നാളെ നമുക്ക് ഇതേ പരിപാടിയൊക്കെ തന്നെ ചെയ്യാനുണ്ടല്ലോ. എല്ലാവരും ഒക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഒരു റൗണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്, നിങ്ങളുമാണെന്ന് എനിക്കറിയാം. നാളെ ഇതേ സമയത്ത് നമുക്ക് വീഡിയോ ഇട്ട് വരാം കേട്ടോ. അതുവരെ ടാറ്റ, സസ്നേഹം, തനിമലയാളം.